പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, തിരുസഭ മാതാവ് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ തിരുനാൾ ആഘോഷിക്കും. ധാരാളം തിരുനാളുകൾ പരിശുദ്ധ അമ്മയുടേതായി സഭയിൽ ആഘോഷിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മ ക്രിസ്ത്യാനികളുടെ സഹായം എന്ന പേരിലാണ് ഇന്നത്തെ തിരുനാൾ ആഘോഷിക്കുന്നത്. 7-ാം പീയൂസ് മാർപ്പാപ്പയെ നെപ്പോളിയൻ ചക്രവർത്തി അറസ്റ്റ് ചെയ്ത് തടവിൽ പാർപ്പിച്ചു. പിന്നീട് മാർപ്പാപ്പ അന്ന് മോചിതനായി. വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയൻ ബോണപ്പാർട്ട് പരാജയപ്പെട്ടതിന് ശേഷം സഭയിൽ വിജയമാതാവിന്റെ തിരുനാളും ഒപ്പം തന്നെ പരിശുദ്ധ അമ്മയുടെ ക്രിസ്ത്യാനികളുടെ സഹായ മാതാവ് എന്ന തിരുനാൾ ആഘോഷിക്കുന്നത്. ജോൺ പോൾ II മാർപ്പാപ്പയാണ് പിന്നീട് ഇതൊരു തിരുനാളായിട്ട് സ്ഥാപിക്കുന്നത്. പരിശുദ്ധ അമ്മ എല്ലാവരെയും അല്ലെങ്കിൽ ക്രിസ്തുവിനെ അറിയുന്ന എല്ലാവരുടെയും അമ്മയാണെന്നും അവരുടെ സഹായത്തിനായിട്ട് അമ്മയെ കൂടുതൽ പരിശ്രമിക്കുമെന്നും ഉള്ള യാഥാർത്ഥ്യമാണ് ഈ തിരുനാളുകളുടെ അർത്ഥമാവുന്നത്. പരിശുദ്ധമ്മയുടെ നിത്യയിൽ പരിശുദ്ധമ്മ ക്രിസ്ത്യാനികളുടെ മാതാവ് എന്ന് ചേർക്കപ്പെടുന്നു. നമ്മുടെ ജീവിതത്തിലും നമ്മെ സഹായിക്കുവാനായിട്ടുള്ള ഏറ്റവും വലിയ ദൈവത്തിന്റെ ഉപകരണമാണ് പരിശുദ്ധ. വിശ്വാസത്തോടെ അവയെ സമീപിക്കുന്ന എല്ലാവരും തന്നെ ആശ്വസിപ്പിക്കപ്പെടും. ഈ ഒരു മഹാമാരിയുടെ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മയുടെ സഹായം നമുക്ക് നൽകണമേ. ആ അമ്മ നമ്മെ സംരക്ഷിച്ചുകൊണ്ട് മഹാമാരി ഉൾപ്പെടാതെ ഒരു ജീവൻ നയിക്കുവാനായിട്ട് നമ്മെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം നമ്മുടെയും ധാരാളം സഹോദരങ്ങൾ ലോകം മുഴുവനും ഈ മഹാമാരിക്ക് എടുക്കപ്പെട്ടിട്ടുണ്ട്. അവരെയൊക്കെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. പരിശുദ്ധ അമ്മയുടെ തലോടലുകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അങ്ങനെ എല്ലാവരും രോഗസൗഖ്യം പ്രാപിച്ചുകൊണ്ട് യഥാർത്ഥ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ ബലിയും കർത്തിക്കും. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകൾ ദൈവസന്നിധിയിലേക്ക് പറഞ്ഞ് നാം പ്രവേശിച്ച് നമുക്ക് ഈ ബലിക്കായിട്ട് വരുന്നു. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ പറയുന്നു, എന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെ പാപം ചെയ്തുപോയി. എന്റെ വലിയ പിഴ അറിയാൻ പ്രശ്നങ്ങളോടും എല്ലാ മാലാഖമാരോടും സഹോദരങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം തന്നെ നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ
കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ. കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങൾ ദൈവത്തിനു മഹത്വം. ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു. ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു. ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നിവർ താഴ്മയാ. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു സ്വലോകരാജനേ. സർവൈകശക്തനാം ദൈവമേ താതനാമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാദേവ സൂനുവേ കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു. ദൈവത്തിൻ കുഞ്ഞാടേ താതനാം ദൈവത്തിൻ സൂനുവേ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നേർവരം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാം യേശുവേ. അങ്ങു മാത്രം പരിപാവനൻ. അങ്ങു താനേകനും നാഥനും. അങ്ങു മാത്രം പരമോന്നതൻ. ത്രിത്വൈക ദൈവം മഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ പിതാവേ, അങ്ങ് ഏകജാതൻ കുരിശിൽ കിടക്കുമ്പോൾ തന്റെ മാതാവായ പരിശുദ്ധ കന്യകാമറിയത്തെ ഞങ്ങളുടെയും അമ്മയായ അവിടുന്ന് അവരോധിച്ചു വരും. അങ്ങനെ മാതാവിന്റെ സ്നേഹസഹായത്താൽ അങ്ങേ സഭയെ അനുദിനം കൂടുതൽ ഫലസമൃദ്ധമാക്കുവാനും മക്കളുടെ വിശുദ്ധി ആഹ്ലാദിക്കുവാനും ജനതകളെയും കുടുംബങ്ങളെയും എല്ലാം തന്റെ പഠിത്തത്തിലേക്ക് ആകർഷിക്കുവാനും അനുഗ്രഹിക്കുമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുകളുടെ ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിക്കുവാനും അങ്ങേറ്റപ്പെടും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു
ഈ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും അക്കാലത്ത് ദൈവം ആദ്യത്തെ വിളിച്ച് ചോദിച്ചു, നീ എവിടെയാണ്? അവൻ മറുപടി പറഞ്ഞു, തോട്ടത്തിൽ അവിടുത്തെ ശബ്ദം ഞാൻ കേട്ടു. ഞാൻ നഗരനായതുകൊണ്ട് ഭയന്ന് വിളിച്ചതാണ്. അവിടുന്ന് ചോദിച്ചു, നീ നഗരനാണെന്ന് എന്നോട് ആര് പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിന്റെ പഴം നീ തിന്നു. അവൻ പറഞ്ഞു, അങ്ങ് എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ ആ മരത്തിന്റെ പഴം എനിക്ക് തന്നു, ഞാനത് തിന്നു. ദൈവമായ കർത്താവ് സ്ത്രീയോട് ചോദിച്ചു, നീ എന്താണ് ഈ ചെയ്തത്? അവൾ പറഞ്ഞു, സർപ്പം എന്നെ വഞ്ചിച്ചു, ഞാൻ പഴം തിന്നു. ദൈവമായ കർത്താവ് സർപ്പത്തോട് പറഞ്ഞു, ഇത് ചെയ്തതുകൊണ്ട് നീ എല്ലാ കന്നുകാലികളുടെയും വന്യമൃഗങ്ങളുടെയും ഇടയിൽ ശപിക്കപ്പെട്ടതായിരിക്കും. നീ മണ്ണിൽ ഇഴഞ്ഞു നടക്കും, ജീവിതകാലം മുഴുവൻ നീ പൊടി തിന്നും. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. ആദം ഭാര്യയെ ഹവ്വ എന്ന് വിളിച്ചു, കാരണം അവൾ ജീവനുള്ളവരുടെ എല്ലാം മാതാവാണ്. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ശക്തനായും എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകലതലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു, ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു, എളിയവരെ ഉയർത്തി. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി, സമ്പന്നരെ സ്ത്രീകയോട് പറഞ്ഞയച്ചു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാമത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ഹല്ലേലൂയ. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശുവിന്റെ കുരിശിനരികെ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലേപ്പാസിന്റെ ഭാര്യ മറിയവും മഗ്ദല മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു. യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, പിതാവിന്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, പിതാവിന്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവിടെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി.
കാഴ്ചയേകാം ദൈവമേ, ജീവിതം ബലിയാം. എന്നെയും എൻ സർവ്വവും നിൻ തിരുബലിയിൽ ഹൃദയതാളമതേകിടാം. ഹൃദയപൂർവ്വം ഞാൻ സ്നേഹമോടെ മാറ്റണേ തിരുഹിതം പോലെ. ഉയരുമീ കാസയിൽ എന്നെയും നൽകാം. ധന്യമാ നവ്യമാ കാത്തുകൊള്ളണമേ. ജീവിതം നിൻ സന്നിധിയെ സ്നേഹമോടെറിയാം. നിന്റെതെല്ലാം മോഹമെല്ലാം ബലികഴിച്ചിടുവാൻ ശക്തി നൽകണമേ. കാഴ്ചയേകാം ദൈവമേ, ജീവിതം ബലിയാം. എന്നെയും എൻ സർവ്വവും നിൻ തിരുബലിയിൽ ഹൃദയതാളമതേകിടാം. ഹൃദയപൂർവ്വം ഞാൻ സ്നേഹമോടെ മാറ്റണേ നിൻഹിതം പോലെ. സഹോദരനെ, നിങ്ങളുടെ ഉള്ളിൽ സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവൻ. കർത്താവിന്റെ നാമത്തിൽ സ്തുതിക്കുന്നവയ്ക്കും നമ്മുടെ പ്രവർത്തിച്ചുകൊണ്ടേ നിർമ്മിക്കുവാനും അനേകരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുവാനാകട്ടെ. കർത്താവേ, ഞങ്ങളുടെ കാഴ്ചകൾ സ്വീകരിക്കുകയും അവ രക്ഷയുടെ ഉദാശയെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്തു. അതിന്റെ ശക്തിയാൽ സഭയുടെ മാതാവായ കന്യകാമരത്തിന്റെ ഭംഗിയാൽ ഞങ്ങൾ ഉജ്ജീവിക്കപ്പെടുകയും ആ അമ്മയോടൊപ്പം രക്ഷാകര പ്രവൃത്തിയോട് കൂടുതൽ ഐക്യപ്പെടുവാൻ അർഹരാകുകയും ചെയ്യുമാണ്. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുവൻ. കർത്താവിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതിഥികളും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്ന യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണ്. പരിശുദ്ധ കന്യകാമരത്തിന്റെ ആഘോഷത്തിൽ അർത്ഥമായ സ്ഥിതിഗതികളാൽ അങ്ങേ വാഴ്ത്തുക എന്നത് ഉചിതമാണ്. ആ മാതാവ് അങ്ങേ വചനം തന്റെ വിമല ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് കന്യകാമുദരത്തിൽ ഗർഭം ധരിക്കുവാൻ അടയാകുകയും സൃഷ്ടാവിന് ജന്മം നൽകിക്കൊണ്ട് സഭാരംഭം പരിപോഷിപ്പിക്കുകയും ചെയ്തു. പുരുഷൻ ചുവട്ടിൽ വച്ച് ദൈവിക സ്നേഹത്തിന്റെ കൽപ്പന സ്വീകരിച്ചുകൊണ്ട് ആ മാതാവ് ക്രിസ്തുവിന്റെ മരണത്താൽ നിത്യജീവനിലേക്ക് ജന്മം പ്രാപിച്ച സകല മനുഷ്യരെയും മക്കളായി സ്വീകരിച്ചു. അപ്പോസ്തലന്മാർ അങ്ങേ വാഗ്ദാനമായ ആത്മാവിനെ പ്രതീക്ഷിച്ചിരുന്നപ്പോൾ ആ അമ്മ തന്റെ അപേക്ഷകൾ ശിഷ്യന്മാരുടെ പ്രാർത്ഥനകളോട് ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥനാ സഭയുടെ മാതൃകയാക്കി. സ്വർഗീയ മഹത്വത്തിലേക്ക് ഉയർത്തപ്പെട്ട ആ മാതാവ് മാതൃസ്നേഹത്തോടുകൂടെ തീർത്ഥാടന സഭയെ അനുയാത്ര ചെയ്യുകയും കർത്താവിന്റെ മഹത്വപൂർണമായ ദിനം സമാഗതമാകുന്നതുവരെ പിതൃരാജ്യത്തിലേക്കുള്ള സഭയുടെ കാലടികൾ കനിവോടെ കാത്തുപാലിക്കുകയും ചെയ്തു. ആകയാൽ സകല ശുദ്ധരുടെ മാലാഖമാരുടെ മൊത്തം അവിരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ ഞങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ
നാമത്തിൽ വരുവോളേറ്റം തന്നിടുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, അങ്ങ് സത്യമായി പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവ്വചരാചരങ്ങളും സമുചിതമായി അങ്ങയെ വാഴുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്തു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായിരിക്കുകയും അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ജനത്തെ ഒരുമിച്ച് കൊണ്ടുവന്ന് അങ്ങ് വിരമിക്കുന്നു. അതുകൊണ്ട് കർത്താവ് താഴ്മയോടെ നിങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കുവാനായി ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന തിരുമൽ കാഴ്ച അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കഴിയണം. അങ്ങനെ ഇവ അങ്ങേ ദിവസത്തിലും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തിരുമാറാം. അവിടുത്തെ ഈ കൽപ്പനയനുസരിച്ച് ഈ ദിവരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കും. എന്നാൽ അവിടെ വെച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ചു മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അറിയിച്ചു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കും. എന്നാൽ നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കും എന്റെ ശരീരമാണ്. അപ്രകാരം തന്നെ പനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ചു തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അറിയിച്ചു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കും. എന്നാൽ നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്നു എന്റെ രക്തത്തിൽ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രം. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യും. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. അതിനാൽ കർത്താവ് അങ്ങേ പുത്രന്റെ രക്ഷാകരമായ വിനാശത്തിനും മഹനീയമായ ഉയർപ്പും സദാരോഹണം ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാലനവുമായ കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ കൺപാർക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കുവാൻ ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ചു അങ്ങേ തിരുക്കുമാരന്റെ ശരീരക്തങ്ങളാൽ പരിപുഷ്ടരായി അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂർണരായി ഞങ്ങൾ ക്രിസ്തുവിലൊരു ശരീരവും ഒരാത്മാവുമായി തീരുവാൻ അനുഗ്രഹിക്കുന്നു. അവിടെ ഞങ്ങൾ അങ്ങേക്കുള്ള നിത്യമായ കാണിക്കയാതെ തിരുക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോട് അവകാശം ലഭിക്കുവാൻ വിശിഷ്യാദേവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യങ്ങളുടെ ഔസ്യത്തിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമയുടെ രക്തസാക്ഷികളോടും എല്ലാ വിശുദ്ധരോടും തനിയെ സന്നിധികളുടെ നിരന്തര മധ്യസ്ഥതാൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനുരഞ്ജനത്തിന്റെയും സർവ്വലോകത്തിന്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കാൻ ഇടയാകണം ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങനെ ദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ പ്രധാനോടും
മെത്രാൻ പദവിയുള്ളവരോടും വൈദികഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടും ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും അർപ്പിക്കുവാൻ അങ്ങേ തിരുമുഖവാൻ നിർമ്മലമായ കുടുംബത്തിന്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടറിയും. കന്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങ് എല്ലാ മക്കളെയും മുന്നിലേക്ക് ദയാപൂർവം ബന്ധിപ്പിക്കും. ഞങ്ങളുടെ പ്രിയടന്ന സഹോദരി അങ്ങയെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ലോകത്ത് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണം. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിൽ ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ സംതൃപ്തരാക്കപ്പെടുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങേ ലോകത്തിന്റെ മേൽ വർഷിക്കുന്നു. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേ പരിശുദ്ധാത്മാവുടെ ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ബോധനാൽ ദിവ്യോപദേശത്താൽ തോൽക്കുക നിർഭയം നമുക്ക് സ്വർഗ്ഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗ്ഗത്തിലെ പോൽ നിന്നുള്ള പാടിലുമായിടേണം. അന്നു വേണ്ടുന്ന ആഹാരമിന്ന് ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യതൻ ദ്രോഹം ഞങ്ങളെ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹം നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ ഞങ്ങളെ മോചിപ്പിക്കണം. ഞങ്ങളുടെ ജനങ്ങളിൽ സമാധാനം കൈവാർ നൽകണം. അനുഗ്രഹപൂർണമായ പ്രത്യാശ ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ചു ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു. അങ്ങേ അപ്പോസ്തലന്മാർ അറിയിച്ച കർത്താവായ യേശുക്രിസ്തു ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയും അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺമാർക്കും അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്തു അങ്ങേ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടാകട്ടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളിൽ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളിൽ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങൾക്കു ശാന്തി നൽകേണമേ. ദൈവത്തിന്റെ കുഞ്ഞാണ് ദൈവത്തിന്റെ പാപം നീക്കുന്ന ദിവ്യജ്ഞാനത്തിനാൽ ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ വേണ്ടിയല്ല, അങ്ങൊരു വാക്ക് ചിരിച്ചാൽ മാത്രം മതി എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും.
ദിവ്യകാരുണ്യമേ ദൈവമേ, ദിവ്യകാരുണ്യമേ സ്നേഹമേ, ദിവ്യകാരുണ്യമായി എന്നെ തേടിയെത്തുന്ന ഈശോ അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ആനന്ദത്തോടും കൊണ്ടിടുന്നു. ദിവ്യകാരുണ്യമായി എന്നെ തേടിയെത്തുന്ന ഈശോ അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ആനന്ദത്തോടും കൊണ്ടിടുന്നു. സ്നേഹമെന്ന വാക്കിനർത്ഥം ഭൂമിയിൽ ജീവിതം കൊണ്ടങ്ങു പൂർത്തിയാക്കുമ്പോൾ സ്നേഹം സഹനമാണെന്നു ഞാനറിയുന്നു. സ്നേഹം മരണമാണെന്നു ഞാൻ കാണുന്നു. സ്നേഹം ബലിയായിത്തീരുന്നു, ചങ്കും ചോരയുമേകുന്നു. സ്നേഹം കുരിശിൽ പൂർണ്ണമാകുന്നു. സ്നേഹം കുർബാനയായി മാറുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പരിത്രാണത്തിന്റെയും ജീവന്റെയും ആധാരം സ്വീകരിച്ച് ഞങ്ങൾ കിടപേക്ഷിക്കുന്നു. അതേ സഭ കനികാമറിയത്തിന്റെ മാതൃസഹിതമായ സഹായത്താൽ സകല ജനങ്ങളെയും സുവിശേഷ പ്രഘോഷണത്താൽ പഠിപ്പിക്കുകയും ഭൂതലമഖിലും ആത്മാവിന്റെ വർഷത്താൽ നിറയ്ക്കുകയും ചെയ്യുമാറാണ്. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദൈവബലി സമാപിച്ചു പോകുന്നത് കർത്താവിന്റെ സുവിശേഷത്തിൽ അനുസരിച്ച് ജീവിക്കുക. ദൈവത്തിന് നന്ദി. ജപമാല നെഞ്ചോടു ചേർത്തുമെല്ലേ തിരുനാമമന്ത്രങ്ങളുരുവിട്ടു ഞാൻ മറിയാമ്പികേ തവ നെഞ്ചിലെ കഥനങ്ങളെല്ലാം ചേർത്തുവെച്ചു. ജപമാല നെഞ്ചോടു ചേർത്തുമെല്ലേ തിരുനാമമന്ത്രങ്ങളുരുവിട്ടു ഞാൻ മറിയാമ്പികേ തവ നെഞ്ചിലെ കഥനങ്ങളെല്ലാം ചേർത്തുവെച്ചു. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും ആമേൻ.